ഇതാണ് ബറാബയുടെ മരം. ഒരു 12 വർഷം മുമ്പ് ഒരു മരം മരമല്ല, തൈ മേടിച്ച് വെച്ചതാണ്. അന്ന് 750 രൂപ കൊടുത്ത്. അതൊരു 8 വർഷം കഴിഞ്ഞപ്പോൾ കായ്ക്കാൻ തുടങ്ങി. കായ്ച്ചപ്പം മുതൽ ഇങ്ങനെ പറിച്ച് ടേസ്റ്റ് നോക്കും. ആ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചെറുപ്പകാലത്തിലൊക്കെ ഈ കുടംപുളിയുടെ കുരു, അതിൻ്റെ ഫ്ലൂയിഡ് തിന്നുമ്പോൾ ഉള്ള അതേ ഫീലാണ് ഇതിൻ്റെ ഈ മഞ്ഞ കവർ പൊട്ടിച്ച് കഴിയുമ്പോൾ വിഴുങ്ങുന്നത്. കുരു സഹിതം അങ്ങ് വിഴുങ്ങാം. പിന്നീട് ഈ പക്ഷികളും ഒക്കെ കൊത്തിപ്പറിച്ച് തിന്ന് ബാക്കിയൊക്കെ യൂസ്ലെസ് ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പം ഒരു 4 മാസം മുമ്പ് എടുത്ത കുറേ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതെടുത്ത് വൃത്തിയാക്കി കഴുകി തുടച്ചെടുത്തിട്ട് അത് അച്ചാർ വരുവാക്കി. ഈ അച്ചാർ വരുവാക്കി ആദ്യം ഇങ്ങനെ ചെയ്തപ്പം അതിൽ ഒരു ചെമ്മീനച്ചാറിൻ്റെ ടേസ്റ്റാണ് കയറി വരുന്നത്. അപ്പോൾ ഈ ബറാബ ഒറ്റയ്ക്ക് ഉണ്ടാക്കി, പിന്നെ ചെമ്മീൻ ഇട്ട് ഉണ്ടാക്കാനുള്ളത് ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇതാണ് ബറാബ ഉള്ളി എന്ന് പറഞ്ഞാൽ ചെമ്മീൻ ഇടാതെ അച്ചാറിട്ടതാണ്. അപ്പം ഇനി വിത്ത് ചെമ്മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് വഴറ്റിയെടുത്തിട്ട് ഇത് കടുകിട്ട് ഈ മുളക് പൊടി മൂപ്പിച്ച് അതിലേക്ക് ഇതിടുക. ഇതിനൊരളവ് നമുക്ക് സാമാന്യബോധമില്ലേ. അപ്പോൾ നമ്മുടെ ഈ ബറാബയുടെ അളവനുസരിച്ച് നമുക്ക് ഈ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ എടുത്താൽ മതി. ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു ലിമിറ്റായിട്ടുള്ളതല്ല, ഉദ്ദേശം വെച്ചാണ് എടുത്തത്. അപ്പം ഇത് മുളക് പൊടി എണ്ണയിൽ വഴറ്റിയത്, വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പല, പിന്നെ ഉലുവായും കടുകും ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ബറാബ എണ്ണയിൽ വഴറ്റിയെടുത്തത് ഇങ്ങോട്ടിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് പച്ചച്ചെമ്മീൻ പൊളിച്ച് എണ്ണയിൽ ഫ്രൈ ആക്കിയതാണ്. അത് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് ഇത്ര നാളും വെറുതെ പോയത് ഇപ്പം നമുക്കതൊരു യൂസ്ഫുള്ളാക്കി. ഈ ബറാബ ഉള്ളവരൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. അവരിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ഫങ്ഷനൊക്കെ വിളമ്പാനും വറുക്കാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇതുപോലെ ഇപ്പൊക്കെ നമ്മൾ ഉദ്ദേശം അനുസരിച്ച് അങ്ങിടുക. ഇതിന് ലാസ്റ്റ് ചെയ്യാനും ഒരിച്ചിരി ഡ്രൈനെസ് മാറാനും വേണ്ടി ഒരല്പം വിനാഗിരി, ഒത്തിരി ഒഴിക്കരുത്. ഇവിടെ അതുപോലെ ഒരു 2 സ്പൂൺ വിനാഗിരിയെ ഒഴിച്ചുള്ളൂ. ഇത് വിനാഗിരി ഒഴിച്ച് വെച്ചതാണ്. ഇത്രയും വിനാഗിരി ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. ഇതെത്ര നാളിരുന്നാലും, ഞാനിത് 4 മാസം മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്. ഇതുവരെ ഒരു കുഴപ്പമില്ല. അതേപോലെ ഇത് ഒരു 2 വർഷത്തെ വരെ ഗ്യാരണ്ടി ഉണ്ട്. അപ്പം ബറാബ ഉള്ളവർ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ, ബൈ.